ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോദാ നമ്മുടെ ഡെയിലി റൂട്ടീൻ സ്റ്റാർട്ടാക്കാണ്. എല്ലാ വീട്ടിലും തന്നെയാണ് സ്ഥിതി. കാരണം കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുക എന്നുള്ളത് എല്ലാ അമ്മമാരുടെയും ഡ്യൂട്ടിയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പോൾ ഞാനും എൻ്റെ മോനും വേണ്ടി ഞാൻ ലഞ്ച് ബോക്സ് തയ്യാറാക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. സോദാ നമ്മൾ ഫസ്റ്റ് തന്നെ ചായ, അതില്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ നമ്മൾ ചായ തയ്യാറാക്കുകയാണ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടും. എനിക്ക് എന്തായാലും ചായ വേണം എനിക്ക് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കും വിക്രമിനും അർണവിനുള്ള ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ഉഷാറായിട്ട് നമുക്ക് കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യാം. ആൻഡ് അപ്പോൾ ഷുഗറൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കാണ് ചായ. വിക്രമിന് കുറച്ച് ഷുഗർ ചേർത്തു, എനിക്ക് ഒത്തിരി മധുരമൊക്കെ വേണം. ആക്ച്വലി ഞാൻ ഷുഗറാണ്, ഡയബറ്റിക്കാണ്. എന്നാലും പോലും ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ഷുഗർ ചേർത്തില്ലെങ്കിൽ കുടിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ആരോഗ്യം നോക്കേണ്ടതാണ്, അത് വേറെ കാര്യം. പക്ഷെ ചായ എനിക്ക് ഷുഗറുള്ളതോടുകൂടി കുടിച്ചാലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇടയ്ക്കൂടെയാണ് ചായ കുടിക്കേണ്ടത്, വേറെ കാര്യം ഇരിക്കാനുള്ള നേരമില്ല, നമുക്ക് പ്രിപ്പറേഷൻസിലേക്ക് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മോന് കൊടുത്തു വിടുന്നത് ലഞ്ചിന് മക്രോണിയും അതേപോലെ തന്നെ സ്നാക്സിന് ഒരു സ്പെഷ്യൽ സാധനമാണ്. അത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മക്രോണി എങ്ങനെ തയ്യാറാക്കണേ, നമുക്ക് സിമ്പിളായിട്ടുള്ള രീതിയിലാട്ടോ തയ്യാറാക്കണേ. ആദ്യം നമ്മൾ മക്രോണി എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയും, വേവിക്കാനൊക്കെ അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്. ഇതിന് മുന്നൊക്കെ നമ്മൾ മാക്രോണി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, പാസ്ത റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ ആദ്യം കുറച്ച് അധികം വെള്ളം എന്താ പറയുക, കടായിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ, അത് ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ ഇല്ല കേട്ടോ, റിഫൈൻഡ് ഓയിൽ, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഏതാ നിങ്ങളുടെ താല്പര്യം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ മാക്രോണി അതിലേക്ക് ഇട്ട് ഒരു 8-10 മിനിറ്റ് വേണം അത് കുക്ക് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞാൽ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഞാൻ എന്താ പറയുക, മാക്രോണിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും അതുപോലെ തക്കാളിയുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട് കേട്ടോ, തിളച്ച് അത് കുക്കായിട്ടുണ്ട്. ഒരു ഏകദേശം 8-10 മിനിറ്റ് മതി. അത് ചില മാക്രോണി എങ്ങനെ നമ്മൾ വാങ്ങിക്കുന്നത് പോലെ ഇരിക്കും, ചില ബ്രാൻഡിൻ്റെ ഇത്തിരി ടൈം എടുക്കും, ചിലത് പെട്ടെന്നാവും ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഡബിൾ ഹോസിൻ്റെ ഒരു മാക്രോണിയാണ് വാങ്ങിച്ചത്, അത് പെട്ടെന്നാവും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ്. അപ്പോൾ അത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. മക്രോണി തയ്യാറാക്കാൻ പോവുക. അതിനായിട്ട് നമ്മൾ വീണ്ടും കടായി ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. ഇതൊരു ഇറ്റാലിയൻ ഡിഷസിന് മിക്കതും ഒലിവ് ഓയിലാണ് കൂടുതൽ യൂസ് ചെയ്യുക. പക്ഷെ നമുക്കിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഗാർലിക് ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് സവോള ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുക. വഴറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറൊന്നും ആക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. കാരണം അധികം കുക്കിംഗ് വേണ്ട, ഇതിന് അധികം വഴണ്ട് ബ്രൗൺ കളർ ആക്കി ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാക്രോണി വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ചധികം ഉപ്പ് ചേർക്കണം മാക്രോണി വേവിക്കും. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ മാക്രോണിലേക്ക് പിടിക്കാനുള്ള രീതിയിലൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തോളണം. ഓക്കെ, അപ്പോൾ ഇതിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, അതായത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാണ്ടോ, അതായത് ക്യാരറ്റോ ക്യാപ്സിക്കോ മഷ്റൂമോ പനീറോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നോൺ വെജ്, അതായത് ഇപ്പോൾ സോസേജോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്താ നിങ്ങൾ താല്പര്യം ചേർത്ത് കൊടുക്കാം. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തൊക്കെ ഇടാം. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ അത് ക്യാൻസലാക്കിയതാണ്. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മസാലപ്പൊടികളാണ്. പൊടികൾ എന്ന് പറഞ്ഞാൽ ആകെ 2 പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. ഒന്ന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ മുളക് പൊടി. ഓക്കെ, അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ്.
അതായത് ഹെർബ്സിൽ ഒറിഗാനോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സഡ് ഹെർബ്സ് ചേർക്കാം. അതായത് ഒറിഗാനോ, തൈം, റോസ്മെറി അങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ള മിക്സഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതും ചേർത്ത് കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഞാൻ വഴറ്റാണ്. അതായത് കുറച്ച് സ്വീറ്റ്നെസ് കിട്ടാനൊക്കെ കൂടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടി ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ അല്ലേ, ഒരു ഇറ്റാലിയൻ ഫ്ലേവറിനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തൈം, റോസ്മെറി അങ്ങനെയൊക്കെ മിക്സഡ് ആയിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അത് ചേർത്താലും മതി, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ അതൊക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മക്രോണി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വെച്ചാൽ ഉടയരുത്, നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മാക്രോണിയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർക്കാം. അത് കുഴപ്പമൊന്നുമില്ല. മീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സോസേജസോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, മുട്ട, എഗ്ഗ് വേണമെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്ത് ഇടാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനൊരു സിമ്പിളായിട്ടുള്ള, ഞാൻ എഗ്ഗ് ഇടണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇത് നമ്മൾ സ്നാക്സിന് ലഞ്ചിനാണ് കൊടുത്ത് വേണ്ട, എന്നാലും വേണ്ട, എഗ്ഗ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒന്ന് സവോളയും അതുപോലെ എന്താ പറയുക തക്കാളിയും വെളുത്തുള്ളിയും മാത്രമേ നമ്മൾ ചേർത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ മാക്രോണിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഓക്കെ, ഇനി ലാസ്റ്റ് ദ ഫൈനൽ ടച്ച് നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇടാണ്. അത് നിങ്ങൾക്ക് എത്ര താല്പര്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. എനിക്ക് ചീസ് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ ഞാനിപ്പോൾ ഇതിൽ കുറച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലേറ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് കുറച്ചും കൂടി ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ചീസ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത് ഗ്രേറ്റ് ചെയ്ത് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ മാക്രോണി റെസിപ്പി, അതായത് മോന് ലഞ്ചിന് കൊടുത്തു വിടുന്ന റെസിപ്പി മാക്രോണിയാണ്. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട് കണ്ടോ. ഇറ്റ്സ് വെരി സിമ്പിൾ ടു മേക്ക്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കൂ കേട്ടോ. ഇനി നമ്മൾ സ്നാക്സിന് ഞാൻ മോന് കൊടുത്തത് എന്താണെന്നല്ലേ, അതാണ് ഞാൻ കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ പറയാം. നമ്മളതിന് ആദ്യം ഒരു പാൻ വെക്കുക. പാൻ വെച്ചിട്ട് നെയ്യ്, ഞാൻ ഗീ ആണ് എടുത്തിരിക്കുന്നത്. ഗീ അല്ലെങ്കിൽ ഓയിൽ ഏതാ വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ ഗീ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തു. എന്നിട്ട് നമ്മുടെ താരമായിട്ടുള്ളത് ദോശമാവാണ്. ദോശമാവ് ഇങ്ങനെ 2 സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ദോശമാവൊക്കെ ബാക്കി വന്ന ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. ഒന്നുമില്ല ഗായ്സ്, ഇത് പിസ്സ ദോശയാണ്. ഓക്കെ, പിസ്സ ദോശയാണ് മോന് കൊടുത്തു വിട്ടത് സ്നാക്സിന്. അപ്പോൾ നമ്മൾ 2 തവി മാവ് ഒഴിച്ചു, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഓയിൽ തൂവി കൊടുക്കുക. ഗീ, നെയ്യാണ് തൂവി കൊടുത്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ, അത് വെളിച്ചെണ്ണ ഒഴിവാക്കാൻ വേണമെങ്കിൽ, പിസ്സയുടെ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കി ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് തൂവിയതിന് ശേഷം നമ്മളിതാ ദോശ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായപ്പോൾ മറിച്ചിട്ടു. അതിനുശേഷം അതിൻ്റെ മീതെ പിസ്സ സോസ്, നമ്മൾ പിസ്സ സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ചേർക്കാം. വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കൻ ആയിട്ടുള്ള എന്തെങ്കിലും, നോൺ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ടോപ്പിങ്സ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സവോള, അതുപോലെ തന്നെ തക്കാളി, അതേപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ് പീസസ് ആയത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടോപ്പിങ്സിന് കൊടുത്തിരിക്കുന്നത്. അതായത് സവോള, തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ്. അപ്പോൾ അത് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതുപോലൊക്കെ കുട്ടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ വിചാരിക്കില്ല, ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് എന്താ പറയുക കുറേയൊക്കെ ബാക്കിയിട്ട് വരും, അല്ലെങ്കിൽ കഴിക്കാതെ വരും എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷൻ നമുക്ക് മാറ്റാം. അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ
അവർ ഫുള്ളും കഴിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾക്കും ഹാപ്പിയാണ് അല്ലേ? നമുക്കത് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനുമാണ്. പ്രത്യേകിച്ചും അവർ ഫുഡ് ഫുള്ളും കഴിച്ചു വരുമ്പോൾ അത് എന്താ പറയുക, ഒരുപാട് സന്തോഷമാണ് അല്ലേ? അപ്പോൾ ഞാൻ അർണവിന് അവൻ്റെ ഇഷ്ടത്തിനുള്ള ഫുഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ചോറ് കഴിക്കും, അത് വേറെ ഒരു കാര്യം. അപ്പോൾ അത് നമുക്ക് ടെൻഷനില്ല. അപ്പോൾ ചോറ് കഴിക്കില്ല എന്നുള്ള ടെൻഷനും വേണ്ട, വീട്ടിൽ വന്ന് അവൻ ചോറ് കഴിച്ചോളും. അപ്പോൾ അതാ നമ്മൾ എല്ലാം ഇട്ടു. അതിന് മീതെ നമ്മൾ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒറിഗാനും അതുപോലെ ചീസും ഗ്രേറ്റ് ചെയ്തത് ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാൻ മോന് ഇതിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പാത്രം അടച്ച് വെച്ചാണ് കുക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ്, 5-10 വേണ്ട, ഒരു 5 മിനിറ്റ് എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ചീസൊന്ന് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ ദോശ റെഡിയായി. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് പിസ്സ ദോശ തയ്യാറാക്കണേന്നുള്ളത്. വാച്ച് ഇറ്റ് അഗെയിൻ. പിന്നൊരു കാര്യം, എന്നോട് ഇപ്പോൾ 2-3-4 പേരായി ചോദിക്കുന്നു, മോൻ്റെ ടിഫിൻ ബോക്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നുള്ളത്. അപ്പോൾ ഞാനിത് ഓൺലൈൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിഫിൻ ബോക്സാണ്. ഞാനപ്പോൾ ഇത് ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അതായത് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഞാനൊരു ലഞ്ച് ബോക്സ് ഒന്നും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏകദേശം അതേപോലത്തെ ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. ഓക്കെ, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ച നല്ലൊരു ലഞ്ച് ബോക്സാണ്. അപ്പോൾ എന്നോട് 1-2 പേരായി ചോദിക്കുന്നു എവിടെ നിന്നാണ് ഈ ലഞ്ച് ബോക്സ് വാങ്ങിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും കൂടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ടോപ്പിങ്സ് ഒക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. സോ നമ്മുടെ പിസ്സ ദോശ റെഡി ആയിട്ടുണ്ട്. സ്നാക്സിനുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പിസ്സ സോസും അതേപോലെ തന്നെ കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്തയ്ക്ക് കുറച്ച് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ റംബൂട്ടാനാണ് ഇന്ന് ഫ്രൂട്ടിന് കൊടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സായിട്ട് റംബൂട്ടാനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചൻ്റെ സ്ഥിതി കണ്ടില്ലേ, പൂരപ്പറമ്പിൽ പോയ പോലെയാണ്. ആകെ ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യും. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ തന്നെ ആയിരിക്കും. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലേക്ക് കിടന്നു കഴിഞ്ഞാൽ കാണാം നമ്മുടെ കിച്ചൺ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കാര്യമായിട്ടുള്ള ഫുഡൊന്നുമില്ല ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഫുഡൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വെക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, അതായത് കുക്ക് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പോൾ എല്ലാം രാവിലത്തെ കാര്യം കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടു. അങ്ങനെ ആണ് ദിവസത്തെ കാര്യം. ഏറ്റവും പണി കുക്ക് ചെയ്യാനല്ല, ഇത് ക്ലീൻ ചെയ്ത് എടുക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അതാണ് എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര മടി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളല്ല, നമ്മൾ ലഞ്ച് ബോക്സിന് കുട്ടികൾക്ക് ഓരോ ദിവസം എന്താ തയ്യാറാക്കണേ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക തന്നെ. അതുപോലെ തന്നെ എന്താ പറയുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീനായി, എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ ക്ലീനാക്കിയപ്പോൾ. ഓക്കെ, അതിനിടയിൽ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ ടി വിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണുകയാണ്. ട്രെൻഡ്സ് ആൻഡ് വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. എൻ്റെ ഫ്രണ്ട് ലിൻഡ. അപ്പോൾ ആളുടെ ഒരു വീഡിയോ പുതിയതായിട്ട് വന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വേണം കേട്ടോ. ഓക്കെ, ബൈ.